നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ജൂൺ മാസത്തോടുകൂടി മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വരുന്നത്. കാരണം ധനുരാശിയിൽപ്പെട്ട ഈ മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ആ ഒരു ചലനം അത് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. മെയ് 14 വ്യാഴമാറ്റം നടന്നതെങ്കിലും ജൂൺ മാസത്തിന്റെ അതായത് ഈ ജൂൺ മാസം തീരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഫലം കണ്ടു തുടങ്ങുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് 2024 വ്യാഴം അനിഷ്ടസ്ഥാനമായ 6ാം ഭാവത്തിലായിരുന്നു മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത്. ഇതുവഴി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, ദുഃഖം, മനപ്രയാസങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും, കൂടാതെ ശത്രുദോഷം, അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൽ വളരെയധികം ദോഷം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. വ്യാഴത്തിന്റെ ഈ ഒരു മാറ്റം 7ാം ഭാവത്തിലേക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 7ാം ഭാവത്തെ നമ്മളെപ്പോഴും കണക്കാക്കുന്നത് വ്യാഴത്തിന്റെ ഏറ്റവും നല്ലൊരു ഭാവമായിട്ടാണ്. പ്രത്യേകിച്ച് വ്യാഴം 2, 5, 7, 9, 11 ഭാവങ്ങൾ നിൽക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കൂടാതെ വിവാഹം നടക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഉണ്ടായിരുന്ന ആ വിവാഹ തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. ഇഷ്ടപ്പെട്ട ബന്ധത്തിൽ പോയിപ്പെടാനും നല്ല വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നവരാണെങ്കിൽ ആ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു, 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ, ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമായതുകൊണ്ട് തന്നെ ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധം പുലർത്താനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ബന്ധം പുലർത്തുന്നതോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, സാമ്പത്തിക ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. വിവാഹം, വാഹനം, ഗൃഹം, ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി, എല്ലാ ഗുണാനുഭവങ്ങളും വന്നു ചേരാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇനി ഇത് 2026 ജൂലൈ മാസം വരെ നിങ്ങൾക്ക് ഈ ഒരു ഫലം നിലനിൽക്കുന്നതാണ്. കാരണം വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് 12-13 മാസമാണ്. അപ്പോൾ ഈ 13 മാസം നിൽക്കുന്നത് കൊണ്ട് തന്നെ 2025 പകുതിയിലുണ്ടായ ഫലം 2026 തുടർന്ന് പോകുന്നതുമാണ്. അതുകൊണ്ട് 2026 നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതിന് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് 4 പ്രദക്ഷിണം ചെയ്യാവുന്നതുമാണ്. ഇത് നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്.